അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് പറയുന്ന ഈ വിഷയം അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഉറക്കാമേൻ പറയും, പടച്ചവനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മനസ്സ് അല്ലാഹുവിലേക്ക് കൊടുത്ത് ആമീൻ പറയണം. അല്ലാഹുവേ ഈ വിശുദ്ധമായ മജ്ലിസ് പറയുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ ഞങ്ങൾ ആരെയും നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. കാരണം ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, പ്രഭാതത്തിൽ ഞാൻ അതായത് സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇന്നലെ ഈ വിഷയം സംസാരിക്കണം. കാരണം നമ്മൾ ഈ 3-4 ദിവസങ്ങൾ പറഞ്ഞത് മുഴുവനും കണ്ണേറും അത് സംബന്ധമായുള്ള വിഷയങ്ങളുമാണ്. ആ സമയത്തിൽ നാം ചില ആളുകളെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, സുബ്ഹിയുടെ മുമ്പായി ഒരു വലിയ സ്വപ്നം കണ്ടു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സുബ്ഹാനല്ലാഹ് എനിക്കൊരു ഫോൺ വരുന്നത്. ഞാൻ അതാണ് അതിന്റെ വിവക്ഷ പറയാമെന്നേറ്റ് പറഞ്ഞിട്ടുള്ളത്. കാരണം ആളുകളൊക്കെ വന്നോട്ടെ എന്ന് കരുതിയിട്ട്. എന്തിനാണ് ഉസ്താദേ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്നത്? എത്ര പറയാനുണ്ട്. മരണത്തെ സംബന്ധിച്ച് പറയാനില്ലയോ? ഖബറിനെ സംബന്ധിച്ച് പറയാനില്ലയോ? മഹ്ശറയെ സംബന്ധിച്ച് പറയാനില്ലയോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? വിഷയം പറയുന്നില്ല. അവസാനം അയാൾ ഒരു ചികിത്സാരിയായിരുന്നു എന്ന് പിന്നെയാ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ ചികിത്സാരികളെയുമല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല ആത്മീയമായ ചികിത്സാരികളുണ്ട്. ഒരുപാട് നല്ല ആത്മീയമായ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ട്. മഹാന്മാരായ സയ്യിദന്മാർ, മാത്തുക്കളായ ഉസ്താദുമാർ, അവരല്ല കാശിന് വേണ്ടി ആളുകളുടെ പണം തട്ടിയിട്ട് ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന ആളുകൾ. നഊദുബില്ലാഹ്. ഞാനത് ബാത്തിലാക്കി തരാം, ഞാൻ അയാളെ കൊന്നു തരാം, ഞാൻ അയാളുടെ ബിസിനസ് തകർത്തു തരാം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. നഊദുബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ചികിത്സാരികളെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ചികിത്സാരികളുടെ അരികിലേക്ക് പോകേണ്ട വിഷയം ചികിത്സാരികളുടെ അരികിൽ പോകണം. ഡോക്ടറെ കാണിക്കേണ്ടത് ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ വൈദ്യനെ കാണിക്കേണ്ടത് വൈദ്യനെ കാണിക്കണം. ഒരാൾക്ക് കൈ പൊട്ടി, അങ്ങനെ കൈ പൊട്ടിയാൽ അയാൾ കൊണ്ടുപോയി കാണിക്കേണ്ടത് കുട്ടികളെ ഹോസ്പിറ്റൽ ഡോക്ടറല്ല, അയാൾ കാണിക്കേണ്ടത് വൈദ്യനെയാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് പനി വന്നു, ആ സമയത്തിൽ അയാൾ പോയിട്ട് കാണിക്കേണ്ടത് വൈദ്യനെയല്ല. ആ സമയത്തിൽ അയാൾക്ക് പനി വന്നാൽ ആ പനിക്കുള്ള മരുന്ന് കുടിക്കണം. മനസ്സിലായില്ലേ? ഓരോന്നിനും മരുന്നുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗത്തിന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ അല്ലാഹു ഇറക്കിയത് മരുന്നിനെ അത് ശിഫയാക്കാൻ മരുന്നും ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള ശൈത്വാനിയത്ത് മാറാൻ നമ്മുടെ മഹത്തുക്കളായ പൂർവികരായ അല്ലാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാര് രചിച്ച വിശുദ്ധമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ നിർദ്ദേശപ്രകാരം ചില ഉസ്താദുമാർ അങ്ങനെ നടത്തുന്നുണ്ട്. അതാണ് നന്മയുടെ ആളുകളായി, നന്മയുടെ വക്താക്കളായി അങ്ങനെ ചില ആളുകളുണ്ട്. അവരുടെ അരികിൽ പോകണം, പോയിക്കോ, നല്ലതാണ്. അവരുടെ മരുന്ന് സ്വീകരിക്കണം, അവരുടെ വസിയത്തുകൾ സ്വീകരിക്കണം. എന്നാൽ കച്ചകെട്ടിയിട്ട് പണം തട്ടുന്നതിന് വേണ്ടി ആളുകളോട് വില പേശിയിട്ട് പാപപ്പെട്ടവന്റെ കീശ വടിച്ച് നക്കുന്ന ചില ചികിത്സാരികളുണ്ട്. നഊദുബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അവരിൽ നിന്നാണ്, അവരെ ശർറിൽ നിന്നാണ് നാം അല്ലാഹുവിനോട് കാവൽ ചോദിക്കേണ്ടത്. അവരെന്തും ചെയ്യും. നഊദുബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ പണം ചോദിക്കുന്നവരെയുമല്ല, ഹലാലല്ലാത്ത മാർഗത്തിലൂടെ പണം സ്വീകരിക്കുന്ന ആളുകൾ. നഊദുബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാനൊരു പേടിയുമില്ലാതെയാ സംസാരിക്കുന്നത്. കാരണം എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ എന്നെ സംരക്ഷിക്കാൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോ ഒരൊറ്റ ദിവസം പോലും കണ്ണിയത്ത് ഉസ്താദിന്റെ തലക്കാമ്പുറത്തിരുന്ന് യാസീൻ ഓതി ദുആ ചെയ്യാതെ വന്നിട്ടില്ല. ഒരു ദിവസം പോലും ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് യാസീൻ ഓതാതെ ഞാൻ ഈ വഅദ് സദസ്സിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഒരു ദിവസം പോലും വുളൂ ഇല്ലാതെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഒരു ദിവസം പോലും ഇശാ ജമാഅത്ത് നിസ്കരിക്കാതെ ഞാൻ ഈ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ പടച്ച എന്റെ ഇലാഹായ എന്റെ സൃഷ്ടാവായ തമ്പുരാൻ എന്നെ സംരക്ഷിക്കുമെന്ന പരിപൂർണമായ വിശ്വാസത്തോടുകൂടെ
സിഹർ എന്ന ഭാരമായ, കണ്ടാലും കേട്ടാലും പേടിയും മറുപ്പും വെറുപ്പും തോന്നുന്ന ഈ വിഷയത്തിന് സംസാരിക്കാൻ ഒരുങ്ങുന്നു. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നിന്റെ കാവലല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരാളെ കാവലുമില്ല. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. മഹാന്മാര് പറയാ, ഇതിന്റെ അടയാളങ്ങളാണ് ആദ്യമായി പറയുന്നത്. അല്ലാഹുവേ ഇത് പഠിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ തമ്പുരാനെ. എത്രയോ ആളുകൾ വിളിച്ചിരുന്നു. ഇന്നൊരു സഹോദരി വിളിച്ചു, എന്നെ ഒരു സഹോദരി വിളിച്ചു, സിഹർ ബാധ ഏറ്റുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. 8 വർഷമായി അവർക്ക് കാലിന് അസാധ്യമായ വേദനയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് എന്നോട് ഈ വിഷയം സംസാരിക്കാവൂ, നിങ്ങൾ ഊഹാപോഹം വെച്ചുകൊണ്ട് സംസാരിക്കരുത്. അവര് പറഞ്ഞു, ഉസ്താദേ ആ സഹോദരിയുടെ ഭർത്താവിനെ ഞാൻ വശത്താക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവൾ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എത്ര കാലമായി ഇത് പറഞ്ഞിട്ട്? ഉസ്താദ് എന്നോട് പറഞ്ഞിട്ട് 9 വർഷമായി. ഞാൻ ഈ കാലുവേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി ഉസ്താദേ. ഇപ്പോ എന്റെ കാല് മന്തിന്റെ രൂപത്തിൽ ഇങ്ങനെ തടിച്ചു വണ്ണം വെച്ച് നിൽക്കുകയാണ്. ഡോക്ടർമാരെ കാണിച്ചു, അവരെല്ലാവരും പറയുകയാണ്, ഉസ്താദേ ഇതിന് മരുന്നില്ല, ഇതെങ്ങനെ വന്നതാണെന്ന് അവർക്കറിയില്ല. അങ്ങനെ ചില ഡോക്ടർമാർ ചില വിഷയം പറയുമല്ലോ. അള്ളാഹുവിന്റെ മഹാന്മാര് പറയുകയാണ്, സിഹറിന്റെ ഒന്നാമത്തെ അടയാളം തന്നെ അതാണ്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് പറയുകയാണ്, സിഹർ ബാധിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ? അവർക്ക് രോഗം വന്നാൽ അവര് വൈദ്യന്മാരെ സമീപിക്കുന്നതാണ്, അവര് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നതാണ്. അവര് ഡോക്ടർമാരെയും വൈദ്യന്മാരെയും ചികിത്സക്ക് വേണ്ടി പോകുമ്പോ ആ വൈദ്യന്മാരുടെ അരികിലും ഡോക്ടർമാരുടെ അരികിലും പോയി, എനിക്ക് കാലുവേദനയാണ്, കൈവേദനയാണ്, എനിക്ക് പനിയാണ്, വയറുവേദനയാ എന്ന് പറയും. എന്നിട്ടോ അവര് ഗുളിക കൊടുക്കുന്നതാണ്. ആ ഗുളിക കഴിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറയുന്നതാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോ ഡോക്ടർമാര് പ്രതീക്ഷയോടെ ചോദിക്കുകയാണ്, എന്താ വയറുവേദന സുഖമായിട്ടില്ലേ? ഇല്ല വയറുവേദന സുഖമായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, വീണ്ടും ഗുളിക കൊടുക്കുകയാണ്. 7 ദിവസത്തെ ഗുളിക കൊടുക്കുകയാണ്. 7 ദിവസം കഴിഞ്ഞു, ഗുളിക കഴിഞ്ഞു. തിരിച്ച് ഡോക്ടറെ സമീപിക്കുകയാണ്. മാറിയിട്ടില്ല ഡോക്ടറെ. ആ സമയത്തിൽ നമ്മൾ കരുതി പോകും ഈ ഡോക്ടറെ പോരായ്മയാണെന്ന്. അല്ല ഉമ്മ, അതാ പാവം ഡോക്ടറുടെ പോരായ്മത്തരമല്ല. നിന്റെ വയറുവേദന ഏത് വയറുവേദനയാണെന്നറിയോ? നിന്റെ വയറുവേദന അസുഖമുള്ള വയറുവേദനയല്ല. അതാരോ നിനക്ക് സിഹർ ചെയ്തതാ. എല്ലാ വയറുവേദനയെയും അല്ല ഞാൻ പറയുന്നത്. മരുന്ന് കുടിച്ചിട്ട് മാറാത്ത വയറുവേദനയുണ്ടല്ലോ, ഡോക്ടർമാരെ ഇനി എന്താ ചെയ്യാ എന്നറിയില്ല, നിങ്ങൾ ദൈവത്തിനോട് പറ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന വയറുവേദനയുണ്ടല്ലോ, അത് നിങ്ങൾ കാത്തു നിൽക്കല്ലേ. അത് നിങ്ങൾക്ക് ഏറ്റ സിഹറിന്റെ ഒന്നാമത്തെ അടയാളമാണ്. നഊദുബില്ലാ. സഹോദരി എനിക്ക് വിളിച്ചിട്ട് പറയൂ, ഉസ്താദേ 8 വർഷമായി, ആ 8 വർഷത്തിൽ ഞാൻ 6 വർഷം ഗുളിക കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഗുളിക കഴിക്കാറില്ല ഉസ്താദേ. ഇപ്പൊ ഞാൻ ബാദുഷാന്റെ പേരിൽ ഞാൻ ഖതമുകൾ ഓതാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് ആ ഉമ്മച്ചി പറയാ, ഉസ്താദേ ഇപ്പൊ ഞാൻ ഇളകി പറയുന്നതാണ്. നഊദുബില്ലാഹ്. സാഹിരീങ്ങൾ സിഹർ ചെയ്താൽ ആദ്യമായി അവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ നമ്പർ 1 ലക്ഷണമാണ്, ആ മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാർക്ക് രോഗം സുഖപ്പെടില്ല. അവര് എത്ര തന്നെ വിദഗ്ധന്മാരായ അമേരിക്കയിലുള്ള ഡോക്ടർമാരെ കാണിച്ചാലും, എത്ര വലിയ PGയും ഡിഗ്രിയും എടുത്ത ഡോക്ടേഴ്സിനെ കാണിച്ചാലും അവരുടെ രോഗം മാറൂല്ല. ഒന്നാമത്തെ അടയാളം അതാണ്. രണ്ടാമത്തെ അടയാളം മഹാന്മാര് പറയുകയാണ്, അവർക്ക് വല്ലാത്ത ക്ഷീണം വരുന്നതാ. ഇല്ലേ, നമ്മുടെ വീട്ടിൽ ചില സമയങ്ങളിലെല്ലാം ഭാര്യമാര് തളർന്നു കിടക്കാറില്ലേ? അങ്ങനെ തളർന്ന് കിടക്കുന്നത് കാണുമ്പോ ചില ആളുകളൊക്കെ ഡോക്ടറെ കാണിക്കും, എന്നിട്ട് മരുന്ന് കൊടുക്കും. അങ്ങനെ ആ മരുന്നും കഴിച്ചിട്ട് വരും, ക്ഷീണം മാറുന്നില്ല, വീണ്ടും കിടക്കുകയാണ്. പിന്നെയാണ് നല്ല ഉസ്താദുമാരുടെ അരികിൽ പോകുന്നത്. അവരതാ കണ്ണേറാണെന്ന് കരുതിയിട്ട് കണ്ണേറിനുള്ള മരുന്ന് കൊടുക്കുകയാണ്. ആ കണ്ണേറിനുള്ള മരുന്ന് അങ്ങനെ കുടിക്കുകയാണ്. പക്ഷേ അതും സുഖമാകുന്നില്ല.
ധാരാളം ഖുർആനോദി ദിക്ർ ചൊല്ലി ധാരാളം മജ്ലിസുകൾ സംഘടിപ്പിച്ചു. ഈ തന്റെ ഭാര്യ ക്ഷീണിച്ച് തളർന്നു കിടക്കുന്നത് കാണുമ്പോ വഴലായ വാതുകളിലെല്ലാം സദഖ കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചു. ഒരു മാറ്റവും വരുന്നില്ല. അവസാനം നമ്മൾ പരാതി പറയാ എന്താണെന്നറിയോ? അത് അവളുടെ തട്ടിപ്പാണ്. എന്റെ ഉമ്മമാരെ, തട്ടിപ്പല്ല. നിന്റെ മരുമകളുടെ തട്ടിപ്പല്ല ഉമ്മ. അത് നിന്റെ മരുമകളുടെ തട്ടിപ്പല്ല. നിന്റെ പൊന്നുമോളുടെ തട്ടിപ്പല്ല. അള്ളാഹുവിന്റെ മഹാന്മാര് പറയുകയാണ്, സിഗരറ്റ് കഴിഞ്ഞ രണ്ടാമത്തെ അടയാളം ഇതാണ്. അവർക്ക് വല്ലാത്ത ക്ഷീണം വരുന്നതാണ്. അവർക്ക് കടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല. നഊദു ബില്ലാഹ്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അല്ലാ കാക്കണേ അല്ലാ. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ എന്താ ചെയ്യേണ്ടത് പറയാം. പടച്ചവൻ കാക്കട്ടെ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മൂന്നാമത്തത്, അവര് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നതാണ്. പാമ്പിനെ അവർ കാണാൻ കഴിയുന്നതാണ്. നല്ല പാമ്പുകൾ അവരുടെ അരികിലേക്ക് വരുന്നതാ. ഈ പാമ്പിനെ കാണാനുള്ള കാരണം എന്തെന്നറിയോ? ഇൻഷാ അല്ലാഹ് ഞാൻ ത്വാഹ സൂറത്തിലെ വിശുദ്ധമായ 58 മുതലുള്ള ആയത്തുകൾ ഓതിയിട്ട് ഞാൻ സമർപ്പിക്കാം. ചില ആളുകൾ പാമ്പിനെ കിനാവ് കാണുന്നവരുണ്ടല്ലോ, പാമ്പിനെ കിനാവിലൂടെ ദർശിക്കുന്ന ആളുകളുണ്ടല്ലോ. മൂർഖൻ പാമ്പിനെ കാണുന്നവര്, മൂർഖൻ പാമ്പ് കടിക്കുന്നത് കാണുന്നവര്, നഊദു ബില്ലാഹ്, പേടിക്കണം കേട്ടോ, നിസാരമാക്കരുത് കേട്ടോ. മഹാന്മാര് പറയുകയാണ്, ഒരാൾക്ക് സിഹ്ർ ബാധിച്ചു കഴിഞ്ഞ അവന്റെ മൂന്നാമത്തെ അടയാളമാണ്, മൂന്നാമത്തെ ലക്ഷണമാണ്, അവൻ വല്ലാത്ത പാമ്പുകളെ കിനാവിലൂടെ കാണുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പാമ്പിനൂടെ കിനാവിലൂടെ കണ്ടാ വലിയ കുഴപ്പമില്ല. ആ പാമ്പെങ്ങാനും കിനാവിലൂടെ നമ്മെ കൊത്തിക്കടിഞ്ഞാൽ, പാമ്പ് കൊത്തുന്നതായിട്ട് കണ്ടാൽ വിഷയം വല്ലാത്ത ഗൗരവമാണ്. വിഷയം പേടിക്കേണ്ടതാണ്. വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. പടച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ലാ. സിഗരറ്റ് കഴിഞ്ഞ മൂന്നാമത്തെ അടയാളം മഹാന്മാരിതാ പറയുന്നത്, അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ, നീ കാവൽ നൽകണേ അല്ലാ. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ കാവലല്ലാതെ ഞങ്ങൾക്കില്ല തമ്പുരാനെ, നീ കാക്കണേ അല്ലാ. മൂന്നാമത്തെ അടയാളം സ്വപ്നമാണെങ്കിൽ അതും തന്നെ പല സ്വപ്നവും കാണുന്നതാണ്. മയ്യത്തിനെ സ്വപ്നം കാണുന്നതാണ്, പാമ്പുകളെ സ്വപ്നം കാണുന്നതാണ്. നല്ല പേടിപ്പെടുത്തുന്ന അപാരമായ കുടിയുണ്ടല്ലോ, ആ കുടിയിലേക്ക് ഇങ്ങനെ വീഴുന്നത് സ്വപ്നം കാണുന്നതാണ്. പക്ഷേ എനിക്കാരും സിഹർ ചെയ്തതല്ല. കുടികൾ കണ്ടാൽ സിഹർ മാത്രമല്ല, ശത്രുക്കൾ കൂടുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. നഊദു ബില്ലാഹ്. എത്ര തന്നെ ശത്രുക്കൾ എനിക്കുണ്ടായാലും എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്കൊരു പേടിയുമില്ല, പ്രയാസവുമില്ല. കാരണം ഞാൻ മഹാന്മാരുടെ ചാരത്താ. ഞാൻ ഇവിടത്തിലേക്ക് വരുന്നവർക്ക് ഞാൻ ചില ചികിത്സകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്റെ അരികിലേക്ക് നിങ്ങൾ ചികിത്സക്ക് വരാൻ വേണ്ടി ഞാൻ പറയുകയല്ല, ഞാൻ അങ്ങനെ ഒരു ചികിത്സാരിയുമല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ ദുആ ചെയ്യാൻ വരുന്നവര് അവരെന്റെ അരികിലേക്കും ചിലപ്പോ വരും. പള്ളിയാണല്ലോ, പള്ളിയിൽ ഉസ്താദിനെ കാണുമല്ലോ, ആ സമയത്ത് ഞാൻ അവർക്ക് ദുആ കൊടുക്കും. എന്നാൽ ഉസ്താദെ നമ്പർ ഒന്ന് തരുമോ, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണ്ട. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നാൽ ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കൂല. കാരണം വലിയുദ്ദീൻ ഫൈലി പറഞ്ഞു തരുന്ന ഈ മരുന്നുണ്ടല്ലോ, ഈ മരുന്നിന് ഫലം ലഭിക്കുന്നത് എന്റെ നാവിന്റെ പവറല്ല, ജീവിതത്തിൽ ഒരു കറാത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പവറാക്കട്ടോ. എന്നാലും സിഹർ ചെയ്ത ചില സാഹിര്യങ്ങള് എന്റെ അരികിലേക്ക് വന്നപ്പോ ഞാൻ അത് എടുത്തുകൊണ്ട് നോക്കിയപ്പോ എനിക്ക് ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഏതായിരുന്നാലും സിഹർ എന്ന് പറയുന്നത് അപാരമാണ്, 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 പേടിക്കേണ്ടതാണ്. മൂന്നാമത്തെ അടയാളമാണ് വല്ലാത്ത സ്വപ്നം കാണുക എന്നുള്ളത്. നാലാമത്തെ അടയാളം മഹാന്മാര് പറയുന്നത് എന്തെന്നറിയോ? നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് ഉറക്കം ഇല്ലാത്തൊരവസ്ഥ വരുന്നതാണ്. ഉറക്കമില്ലാത്ത അവസ്ഥ വരുന്നതാണ്. അങ്ങോട്ട്
അങ്ങോട്ട് തിരിഞ്ഞു കിടന്നാ ഉറക്കം വരില്ല, ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നാ ഉറക്കം വരില്ല, ഫാനിട്ടാ ഉറക്കം വരില്ല, ഇരുന്നാ ഉറക്കം വരില്ല, കിടന്നാ ഉറക്കം വരില്ല. ഒന്ന് കുളിച്ചിട്ട് കിടക്കട്ടെ എന്ന് കരുതും, കുളിച്ചുകൊണ്ട് കിടന്നാലും ഉറക്കം വരില്ല. ഇങ്ങനത്തെ ഉറക്കം വരാത്തൊരു കേസ് വന്നാ എന്റെ പ്രിയപ്പെട്ടവരെ ആരും തന്നെ കാത്തു നിൽക്കല്ലേ. അള്ളാഹുവിന്റെ മഹാന്മാര് പറയുകയാണ്, സിഹർ ഒരു മനുഷ്യനിലേറ്റ് കഴിഞ്ഞ നാലാമത്തെ അടയാളം ഇതാണ്, അവനിക്ക് ഉറക്കം വരികയില്ല, ഉറക്കം അവന്റെ കണ്ണിലേക്ക് വരില്ല. നഊദു ബില്ലാഹ്. പടച്ചവനെ, നൂറെ ജമീർ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ മുത്തുമോമിനീങ്ങളുണ്ട് റബ്ബേ. ആരും ഈ വലിയുദ്ദീന്റെ പ്രഭാഷണമല്ല കേൾക്കുന്നത്. ഈ വിശുദ്ധമായ മജ്ലിസിലേക്ക് ഓരോരുത്തരും എത്തിപ്പെട്ടത് ഖാജയോടുള്ള ഹബ്ബാണ്. മഹാനാകുന്ന ഖാജ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഹബ്ബ് കൊണ്ട് കടന്നു വന്നതാ. അല്ലാഹുവേ, എല്ലാവരും നീ കാക്കണേ അല്ലാ. ഇതാണ് നാലാമത്തെ അടയാളമെങ്കിൽ അഞ്ചാമത്തെ അടയാളം എന്തെന്നറിയോ? സഹിക്കാൻ പറ്റാത്ത തലവേദനയാ. എത്ര തന്നെ ഗുളിക കഴിച്ചാലും തലവേദന മാറുന്നില്ലയോ? പെയിൻ കില്ലർ കുടിച്ചോ, തലവേദന മാറുന്നില്ലയോ? എന്റെ ഉമ്മമാരെ പേടിക്കണം കേട്ടോ, എന്റെ ഉപ്പമാരെ പേടിക്കണം കേട്ടോ. വെച്ചുകൊണ്ട് നിൽക്കല്ലോ ഉമ്മമാരെ, വെച്ചുകൊണ്ട് നിൽക്കല്ലേ. അല്ലാഹ് കാക്കണേ റബ്ബേ. സിഗരറ്റ് കഴിഞ്ഞാ രണ്ടാമത്തെ അഞ്ചാമത്തെ അടയാളം ഇതാണ്. സഹിക്കാൻ കഴിയാത്ത തലവേദന അവനിൽ കാണാൻ കഴിയുന്നതാണ്. സഹിക്കാൻ കഴിയില്ല. പടച്ചവൻ കാക്കട്ടെ. അല്ലാഹുവേ കാക്കണേ റബ്ബേ. ആറാമത്തെ അടയാളം എന്താണെന്നറിയോ? ആറാമത്തെ അടയാളമാണ്, കേട്ടോളൂ, എപ്പോഴും മിണ്ടാതിരിക്കാൻ അവനിക്ക് തോന്നുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹം വരും, ഭർത്താവിനോട് മിണ്ടാൻ തോന്നില്ല. അപ്പൊ ചില ആളുകൾ പരാതി പറയാറുണ്ടല്ലോ, ഉസ്താദേ ഉസ്താദേ ഉസ്താദേ, ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന എന്റെ ഭാര്യ എന്നോട് മിണ്ടുന്നില്ല. നല്ലതുപോലെ മിണ്ടിയ പെണ്ണായിരുന്നു ഉസ്താദേ എന്റെ ഭാര്യ, എന്റെ ഭാര്യ ഇപ്പൊ എന്നോട് മിണ്ടുന്നില്ല. എന്റെ ഭാര്യ ഒരു അടുക്കളയിൽ പോയാ നല്ലതുപോലെ ഉഷാറായിരുന്നു, ഇപ്പോ ഒരു ഉഷാറും കാണുന്നില്ല. അങ്ങനത്തെ അവസ്ഥ വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ എന്താ ചെയ്യാറുള്ളതെന്നറിയോ? ചില ആളുകളെല്ലാം നല്ല കൗൺസിലർമാരുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നല്ലതാണ്, കൗൺസിലർമാരുടെ അരികിലേക്ക് കൊണ്ടുപോകേണ്ട ചില രോഗങ്ങളുണ്ട്. മാനസികമായ രോഗം വന്നാൽ, മാനസിക രോഗം വന്നാൽ, ഒരു പെണ്ണിന് ഒരു ഭർത്താവിനെ കണ്ടുകൂടാതെ വന്ന, ഒരു ഭർത്താവിന് പെണ്ണിനെ കണ്ടുകൂടാതെ വന്ന, അതുപോലെയുള്ള പ്രയാസകരമായ രോഗം വരുമ്പോ കൗൺസിലറെ കാണേണ്ട രോഗമുണ്ട്, കൗൺസിലറെ കാണേണ്ട രോഗമുണ്ട്. അങ്ങനത്തെ അവസ്ഥ വന്നാൽ കൗൺസിലറെ കാണണം. പഠിച്ച വിദ്യാഭ്യാസ സമ്പന്നരായ കൗൺസിലർമാരെ കാണാം. എന്നാൽ ആ കൗൺസിലർമാരുടെ അരികിൽ പോയിട്ട് നിങ്ങളുടെ പെണ്ണിന്റെ മിണ്ടാട്ടം തുടങ്ങിയിട്ടില്ലെങ്കിൽ പേടിക്ക കേട്ടോ. അത് കൗൺസിലറുടെ ചികിത്സ കൊണ്ട് മാറുന്ന രോഗമല്ല. ആ രോഗം സിഹ്ർ ബാധയാ. മഹാന്മാര് രേഖപ്പെടുത്തുകയാ. സിഹ്റില്ല എന്ന് വെക്കല്ലേ, സിഹ്റില്ല എന്ന് പറയല്ലേ. ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നതാണ്. ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നതാണ്. അല്ലാഹുവേ കാക്കണേ റബ്ബേ. പടച്ചവനെ നീ കാക്കണേ അല്ലാഹുവേ. എല്ലാ കുടുംബങ്ങളെയും തമ്പുരാനെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ആറാമത്തെ കാര്യം ഇതാണ്, ആരോടും മിണ്ടാൻ അവർക്ക് തോന്നുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ശരിക്ക് പേടിക്കണം. പടച്ചോനെ, ഇത് മൂർത്താവിലെത്തിപ്പോയിട്ടുണ്ട്. പിന്നെ അതിനുള്ള പരിഹാരം തേടണം. എങ്ങനെ? മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പരിഹാരത്തിലൂടെ നീങ്ങിയാ മതി. അല്ലാഹുക്ക് നമുക്ക് ഖൈർ നൽകട്ടെ. കണ്ണിൽ കണ്ട പരിഹാരങ്ങളിലേക്കൊന്നും പോകല്ലേ. കണ്ണിൽ കണ്ട ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിഹാര മാർഗം നാം സ്വീകരിക്കാൻ പാടില്ല. ആളുകൾ അങ്ങനെയുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിനുള്ള പരിഹാരം നമ്മുടെ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതാണ് ആറാമതായി പറയുന്നത്. ഏഴാമത്തെ കാര്യം എന്തെന്നറിയോ? മഹാന്മാര് പറയുകയാണ്, അടിക്കടിക്ക് വീട്ടിലും കുടുംബത്തിലും പ്രശ്നങ്ങൾ അധികരിക്കുക.
മകനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. പിറ്റേന്നാള് സുബ്ഹാനല്ലാഹ് ഭാര്യതാ കോടിയുടെ മുകളിൽ നിന്ന് വീഴുകയാ. ഭാര്യയെ കൊണ്ടുപോയി, ഭാര്യ പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുവന്നു. ആ പ്ലാസ്റ്റർ വെട്ടിയിട്ട് ഭാര്യ നല്ലതുപോലെ നടക്കാൻ ഒരുങ്ങിയപ്പോ ഭർത്താവ് അതാ ബൈക്കിലൂടെ പോകുമ്പോ ഭർത്താവ് ആക്സിഡന്റിൽ പെടുകയാണ്. അങ്ങനെ അടിക്കടിക്ക് ആഫത്തുകൾ വരുന്നതും കണ്ടാൽ പിന്നെ എന്റെ ഉമ്മമാരെ നിങ്ങൾ അടങ്ങി നിൽക്കാനായിട്ടില്ല. നിങ്ങൾക്ക് എന്തോ ഒരു പ്രയാസം വന്നിട്ടുണ്ട്. നഊദുബില്ലാ സാഹിരീങ്ങളുടെ സിഹറുണ്ടല്ലോ, നഊദുബില്ലാ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. നാളൊരു ദിവസം ഒരാൾ ഇവിടെ വന്നിരുന്നു. വല്ലാത്ത സംഭവാട്ടോ. ഒരു ദിവസം എന്റെ അരികിൽ വന്നിരുന്നു. ഉസ്താദേ ഇതെന്താണ്? ഞാൻ ചോദിച്ചു ഇതെന്താണ്? ഞാനും അത് കയ്യിൽ വാങ്ങി. ഇതെന്താണ്? അപ്പൊ ഞാൻ ചോദിച്ചു ഉസ്താദെ ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചു ഇതെന്താണ്? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഉസ്താദേ ഞാൻ ഇതൊരു ചികിത്സാരിയുടെ അരികിൽ പോയിരുന്നു. ഒരു ചികിത്സാരിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അങ്ങനെ അദ്ദേഹം എനിക്ക് ചെയ്തു തന്നതാണ്. ഞാൻ ചോദിച്ചത് കറുത്ത പൊടിയാണല്ലോ, എന്താ ഈ കറുത്ത പൊടി? ആ സഹോദരൻ പറയാണ്, ഉസ്താദേ എന്നോട് ഞാൻ എന്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോ എന്റെ സുഹൃത്ത് എനിക്ക് സിഹർ ചെയ്തു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു അതിന്റെ കാരണം എന്താണെന്ന്. അപ്പൊ ഇയാൾ പറയാണ്, എന്റെ അരികിൽ വന്ന ആള് പറയാണ്, ഞാൻ ആ ചികിത്സാരിയുടെ അരികിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിന്റെ കൂട്ടത്തിൽ ഒരു ആക്റ്റീവ ബൈക്ക് ഓടിക്കുന്ന ആളില്ലേ? എന്ത് പറഞ്ഞു? അയാളൊരു വലിപ്പം കുറഞ്ഞ ആളല്ലേ? ആന്ന് പറഞ്ഞു. അയാൾക്ക് കുറച്ച് കഷണ്ടി തലയല്ലേ? ആന്ന് പറഞ്ഞു. എന്റെ സുഹൃത്ത് അങ്ങനെ തന്നെയാണ്. അയാൾക്ക് നിങ്ങളോട് ചെറിയൊരു ദേഷ്യമില്ലേ? ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അയാൾ നിങ്ങൾക്ക് സിഹർ ചെയ്തിട്ടുണ്ട്. പച്ചക്കള്ളം. അപ്പൊ ഉസ്താദെ പറഞ്ഞത് സത്യല്ലേ? അയാളെ വലിപ്പം പറഞ്ഞില്ലേ? വലിപ്പം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ? ഈ സിഹർ ചെയ്യുന്ന ചികിത്സാരികളുടെ കൂടെ ഒരു ശൈത്താൻ കൂടെ ഉണ്ടാകും. അവന്റെ വീട്ടിൽ, അവന്റെ റൂമിൽ, അവൻ ഇരിക്കുന്ന കസേരയിൽ, അവന്റെ കട്ടിലിന്റെ മുമ്പിൽ ഒരു ശൈത്താൻ ഉണ്ടാകും. ആ ശൈത്താൻ ആരാന്ന് ഞാൻ പറയാം. ഇത് ശൈത്താന്മാരുടെ കളിയാ. ഈ സിഹർ, ഞാൻ ഇത്രയും ഗൗരവത്തിൽ ഈ വിഷയം പറയുന്നത് എന്താണെന്നറിയോ? ശേഷം വരാനുള്ള ഹദീസിന്റെ ഗൗരവമാണ്. ശേഷം വരാനിരിക്കുന്ന ഹദീസുകളുടെ ഗൗരവത്തിന്റെ പേരിലാ ഞാൻ ഇത്രയും ഘോരമായിട്ട് ഈ സംസാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എനിക്ക് നാളെ ശബ്ദിക്കാൻ ശബ്ദമുണ്ടാകുമോ എന്ന് ഞാൻ നോക്കുന്നില്ല. പടച്ചവൻ സ്വീകരിക്കട്ടെ. ഈ നൂറെ ജമീർ കാണുന്നവർക്ക് ഒരു ആശ്വാസമാകണം, ഒരു സമാധാനം ഉണ്ടാകണം. അല്ലാഹുവേ നീ നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്നിട്ട് ആ സഹോദരൻ വന്നിട്ട് പറയാണ്, ഉസ്താദേ അങ്ങനെ എന്നോട് അദ്ദേഹം ഒരു അരണയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഉസ്താദെ ഞാൻ അരണയെ എടുത്തു. ഉസ്താദെ ഞാൻ അരണയെ ജീവനോടുകൂടെ പിടിക്കുകയാണ്. ആ അരണയെ ഞാൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോയപ്പോ ആ ജീവനോടുകൂടെയുള്ള അരണയുണ്ടല്ലോ, ആ അരണയുടെ മേലെ അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചു. അതിന്റെ തലഭാഗവും അതിന്റെ വാലിന്റെ ഭാഗവും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അതിങ്ങനെ പുളയുന്നുണ്ട് ഉസ്താദേ. എന്നിട്ട് അതിന്റെ മുകളിൽ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പലയാതി മന്ത്രങ്ങളും ചൊല്ലിയിട്ട് ആ അരണയന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവനോടെ കരിച്ചു കളഞ്ഞു ഉസ്താദ്. എന്നിട്ട് ആ ജീവനോടെ കരിച്ചു കളഞ്ഞ അരണയുണ്ടല്ലോ, ആ അരണയെ പൊടി പൊടിയാക്കിയിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് എന്നോട് അദ്ദേഹം പറയുകയാണ്, ഈ അരണയുടെ ഈ പൊടി ഉണ്ടല്ലോ, അയാൾ പാർക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിന്റെ ഏതെങ്കിലും ഒരു പറമ്പിന്റെ ഭാഗത്തിൽ, അയാളുടെ സ്വത്താവകാശമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഈ അരണയുടെ പൊടി അങ്ങ് വിതറിക്കോ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞ സഹോദരനോട് ചെയ്യല്ലേ, ഇത് ഹറാമാണ്. ഈ അരണയുടെ മേൽ ചെയ്ത പണി എന്താണെന്നറിയോ? ആ കുടുംബം കലക്കാനുള്ള പണിയാ ചെയ്തിട്ടുള്ളത്. നഊദു ബില്ലാഹ്. പടച്ചവനെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ അങ്ങനത്തെ ഒരു ബുദ്ധി ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട നൂറെ ജമീർ കാണുന്ന ഉമ്മമാരെ, സിഹർ ഞാൻ ചെയ്തു തരാ, അവനെ ഞാൻ കൊന്നു തരാ, അവന്റെ ബിസിനസ് ഞാൻ അടക്കി തരാം, അവന്റെ വീട്ടിൽ ഞാൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തരാ, മരുമകളെയും മകനെയും തമ്മിൽ ഞാൻ തെറ്റി
തെറ്റിപ്പിച്ചു തരാമെന്ന് ആരെങ്കിലും നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ, ആ മൂല്യാരുണ്ടല്ലോ, ആ കണക്ക് നോക്കുന്ന ആളുണ്ടല്ലോ, അയാളെ പടിവാതിൽ നിന്ന് അഴുതു ചൊല്ലിയിട്ട് ഇറങ്ങി പോരണേ. അയാളെ മുഖത്തേക്ക് നോക്കല്ലേ, അയാളോട് സംസാരിച്ചിരിക്കല്ലേ. അള്ളാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറയുന്നത്, സാഹിറിന്റെ മുഖത്തേക്ക് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ മുഖമുണ്ടല്ലോ മഹാന്മാരായ മാലാക്കന്മാര് നോക്കുകയില്ല. ഒരാളെയും, അത് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി എന്നില്ല, ഒരാളെയും നാം ഉപദ്രവിക്കാൻ പാടില്ല. ഞാൻ അയാളെ കൊന്നുതരാം, ഞാൻ അയാളെ പിത്തനയാക്കി തരാം, ഞാൻ അയാളുടെ കുടുംബം കലക്കിത്തരാം എന്ന് പറഞ്ഞാൽ അവരുമായി കോംപ്രമൈസ് ഇല്ല, അവരുമായി സംസാരമില്ല, ഇറങ്ങിപ്പോരണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ആൾക്ക് പറ്റുന്ന 3ാമ 8ാമ 7ാമത്തെ പ്രയാസമാണ്. ഓരോ പ്രയാസങ്ങൾ ഇങ്ങനെ അടിക്കടിക്കായി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഹബീബായ നബി മഹാന്മാരായ പണ്ഡിതന്മാരെ വിശദീകരിക്കുകയാണ്. ഇതാണ് 7ാമത്തത്. 8ാമത്തെ കാര്യം എന്തെന്നറിയോ? ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വേദന പ്രത്യക്ഷപ്പെട്ടാൽ, ഒന്ന് ഷോൾഡർ ഭാഗത്തു നിന്നുള്ള വേദനയാണ്, 2 കൈയിൽ നിന്നുള്ള വേദനയാണ്, 3 കാലിൽ നിന്ന് വേദന വരികയാണ്. ആദ്യം കാലിൽ വന്നു, ആ സുഖം മാറി, പിന്നെ ഉരക്ക് വന്നു, അത് മാറി, പിന്നെ നെഞ്ചത്തുനിന്നൊരു വേദന വന്നു, അതും മാറി, പിന്നെ ഷോൾഡർ ഭാഗത്തുനിന്നൊരു വേദന വന്നു. അങ്ങനെ വേദന 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 എന്ന് നമ്മുടെ ഭാര്യമാരൊക്കെ പറയാറില്ലയോ? ആ ഭാര്യമാര് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, അതൊരു നിസ്സാരമായ വാക്കായിട്ട് നാം കണക്ക് കൂട്ടല്ലേ. അതൊരു അപാരമായ വിഷയം തന്നെയാണ്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു വിഷമവും നീ നൽകല്ലേ അല്ലാ. അങ്ങനത്തെ ഒരു വിഷമം റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ. ഇതാണ് 9ാമത്തത്. ഇതാണ് 8ാമത്തത്. 10ാമത്തെ കാര്യം എന്തെന്നറിയോ? സിഹ്ർ ബാധയേറ്റ മനുഷ്യന്മാർക്ക് വാക്കുകൾ പാലിക്കാൻ കഴിയൂല്ല. ആരെങ്കിലും നമുക്ക് സിഹ്ർ ചെയ്താൽ ആ സിഹ്ർ ചെയ്തിട്ടുണ്ടെന്നുള്ള അടയാളം തെളിയൽ എങ്ങനെയാണെന്നറിയോ? വാക്ക് പാലിക്കാൻ അവനെ കൊണ്ട് കഴിയൂല. ഇക്ക അവിടെ നിൽക്കിക്കട്ടോ, ഞാൻ ചോറുണ്ടാക്കി തരാമെന്ന് പറയും. പക്ഷേ ഇക്ക അങ്ങനെ കാത്തു നിൽക്കും. ഒരു 3 മണിയാകുമ്പോ ചോദിക്കടിയേ എവിടെ പോയി ചോറ്? പടച്ചോനെ മറന്നു. ഓടിച്ചെന്നു അടുക്കളയിൽ പോയി ചോറുണ്ടാക്കി കൊടുത്തു. പിന്നെ പറയുകയാണ്, ഇക്ക നിങ്ങൾ ഏതായാലും കുറച്ചു നേരം വൈകിയതല്ലേ, ചോറ് തിന്നോളി, വിഷമിക്കല്ലേ, എന്നോട് ദേഷ്യം പിടിക്കല്ലേ, മറന്നു പോയതാണ്, സോറി എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞാ പറയും, എന്റെ വസ്ത്രങ്ങളൊക്കെ തേച്ച് വെക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്, ആ അവസ്ഥയും മറന്നുപോയി. ആ സഹോദരി കുറച്ചു കഴിഞ്ഞപ്പം ഭർത്താവ് പോകാനിരിക്കുമ്പോ ഭർത്താവ് ചോദിക്കുകയാണ്, എന്റെ വസ്ത്രം അലക്കിയോ, എന്റെ വസ്ത്രം തേച്ചോ? ആ സമയത്തിലാണ് പറയുന്നത്, ഇല്ല തേച്ച് ല്ലോ, പടച്ചോനെ മറന്നുപോയി. അങ്ങനെ വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നാൽ, അതിങ്ങനെ തുടരെയായി വന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു സൈക്കാർഡ്സിനെ കാണിച്ചത് കൊണ്ട് കാര്യമില്ല. ഞാൻ സൈക്കാർഡ്സിനെ കാണിക്കുന്നത് അതിനെതിരെ പറയുന്ന ആളല്ല. അത് ചെയ്യേണ്ടത് ചെയ്യണം, അവന് പോകേണ്ടത് പോകണം, ഡോക്ടർമാരെ കാണിക്കേണ്ടതുപോലെ കാണിക്കണം. ഈ വാക്ക് പാലിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നത് മഹാന്മാര് പറയുന്നത് അവർക്ക് സിഹ്ർ ബാധ ഏറ്റു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. സിഹ്ർ ബാധ ഏറ്റു എന്നുള്ളതിന്റെ അടയാളമാണ്. ഇതാണ് 9ാമത്തത്. 10ാമത്തെ കാര്യം ഏതെന്നറിയോ? 10ാമത്തെ കാര്യം പറയുന്നത് സംശയരോഗം വർദ്ധിക്കുന്നതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ. സംശയരോഗം അധികരിക്കുന്നതാണ്. സംശയരോഗം അധികരിക്കുക മാത്രമല്ല, ആ സംശയരോഗം പിന്നീട് മരണത്തിലേക്ക് എത്തുന്നതാ. എങ്ങനെയെന്നറിയോ? അവർ സ്വയമായിട്ട് മരിക്കുകയല്ല, ആത്മഹത്യയിലേക്ക് അവർ എത്തുന്നതാ.
നാളത്തെ വിഷയവും അത് തന്നെയാ. ഇന്നത്തെ ബാക്കിയുള്ളതാ നാളെ പറയുക. എന്നിട്ട് നാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന വിഷയം സംസാരിക്കുന്നതാ. എത്ര പേരാ ആത്മഹത്യ ചെയ്തത്? ഞാൻ ജോലി ചെയ്തൊരു സ്ഥലത്തിൽ, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ജോലി ചെയ്തൊരു സ്ഥലത്തില് അവിടെ നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനാകട്ടെ ഒരൊറ്റ നിസ്കാരം പോലും അദ്ദേഹം ഖളാക്കാറില്ല. ഒരൊറ്റ നിസ്കാരവും അദ്ദേഹം ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കാറില്ല. ആ മനുഷ്യനെ ഒരു ദിവസം ഞാൻ അറിഞ്ഞത് അദ്ദേഹം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാ. നഊദു ബില്ലാഹ്, കാക്കണേ റബ്ബേ. ആത്മഹത്യയിലേക്ക് എത്തിപ്പോകുന്ന സംശയ രോഗങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ പരിപാടി ഒന്ന് കാണണേ. ഈ വിശുദ്ധമായ നൂറെ അജ്മീർ എന്ന ഈ കുടുംബത്തിൽ ചേരാൻ ബാക്കിയുള്ളവര് ഈ വിശുദ്ധമായ മജ്ലിസിലൊന്ന് ചേരണേ. ഇത് വിശുദ്ധമായ ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. അല്ലാഹുവേ, ആത്മഹത്യ എന്ന് പറയുന്ന മാരകമായ ഈ വിപത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. എന്റെ കൊച്ചുപങ്ങളെ, ഈ പരിപാടി കേൾക്കുന്ന സിഹ്ർബാധയേറ്റ് സംശയ രോഗത്തിന്റെ വക്കിൽ ജീവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ആത്മഹത്യക്കൊരുങ്ങിക്കടിയുന്നവരുണ്ടെങ്കിൽ, എന്റെ ഉമ്മ, ആത്മഹത്യ ഒന്നിനും പരിഹാരം അല്ല. അതിനുള്ള പരിഹാര മാർഗം മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ വിശുദ്ധമായ ചാനൽ എന്റെ ഉമ്മമാര്, ഉപ്പമാരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാൻ പാടില്ല. അല്ലാഹുവേ, ഖൈർ നൽകണേ തമ്പുരാനെ. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാ 10ാമത്തെ കാര്യം ഇതാണ്. അവർക്ക് വല്ലാത്ത സംശയരോഗം കടന്നു വരുന്നതാണ്. ഭാര്യക്ക് ഭർത്താവിന് ഭാര്യയെ സംശയത്തിന്റെ ഈ വക്കിലങ്ങ് നിലനിൽക്കുന്നതാണ്. പടച്ചവനെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അങ്ങനത്തെ ഒരവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ. ഇതാണ് 10ാമത്തെ അവസ്ഥ. 11ാമത്തെ അവസ്ഥ എന്തെന്നറിയോ? മഹാന്മാര് പറയുകയാണ്, വല്ലാത്ത വിശപ്പുകൾ അവരെ പിടികൂടുന്നതാണ്. എത്ര ഭക്ഷിച്ചാലും അവർക്ക് വിശപ്പ് തീർക്കാൻ കഴിയൂല. രാവിലെ ഭക്ഷണം കഴിച്ചു, 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിശക്കുകയാണ്, വീണ്ടും ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും അതായി വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി തോന്നുകയാണ്. അങ്ങനെ വീണ്ടും ഭക്ഷണത്തിലേക്ക് ഒരുങ്ങുകയാണ്. അങ്ങനെ എപ്പോഴും ഭക്ഷണം കഴിക്കുക എന്നുള്ള ആർത്തിയവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അങ്ങനെ ഒരു പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടത് തന്നെയാ, അത് ഭയപ്പെടേണ്ടത് തന്നെയാണ്. അതൊരു നിസ്സാരമായ വിശപ്പല്ല, അതൊരു നിസ്സാരമായ ദാഹമല്ല, അതൊരു നിസ്സാരമായിട്ട് നാം കണക്ക് കൂട്ടാൻ പാടില്ല. മഹാന്മാര് പറയുകയാണ്, ആരെങ്കിലും നമുക്ക് സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിഹർ ചെയ്തതിന്റെ അടയാളത്തിൽ പെട്ടതാണ് വല്ലാത്ത ദാഹം അവനിൽ പ്രത്യക്ഷപ്പെടുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോ ചില ആളുകൾ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടാവും, പടച്ചോനെ ഇതിൽ ഒന്ന് എന്റെ ജീവിതത്തിലുണ്ടല്ലോ, അവര് പേടിക്കണ്ട. ഒന്ന് ജീവിതം അപ്പൊ തലവേദന ഉണ്ടാവാത്ത ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവില്ല, മൈഗ്രെയിന്റെ പ്രശ്നം ഉണ്ടാവും. ഇതിൽ പറയപ്പെട്ട ഭൂരിഭാഗവും എന്റെ ജീവിതത്തിലുണ്ട് എന്ന് പറയുന്നവർ അവർ പേടിക്കണം, അവര് പേടിക്കണം. കാരണം ഹബീബിന് ഫലിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് സിഹർ ബാധയേറ്റ് ഹബീബായ നബി തങ്ങൾക്ക് പനി വരികയാണ്. നബി തങ്ങൾ തളർന്നു കിടക്കുകയാണ്, ആരോടും മിണ്ടുന്നില്ല. ഹബീബായ നബി തങ്ങൾക്ക് ശരീരം മുഴുവനും വേദന വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. വല്ലാത്ത ക്ഷീണവും തളർച്ചയും വല്ലാത്ത പ്രയാസവും അനുഭവപ്പെട്ട് ഹബീബായ നബി തങ്ങൾ ഒരു ശീലക്കഷ്ണം പോലെ കിടക്കുകയാ. മാസങ്ങളോളം ഹബീബായ നബി തങ്ങൾ ആ വിഷമം അനുഭവിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരാളെ സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തുമെങ്കിൽ അത് മദീനയുടെ രാജകുമാരൻ, നമ്മുടെ ചങ്കില ചോരയായ ജീവന്റെ തുടിപ്പായ ആവേശത്തിന്റെ കൊടുങ്കാറ്റായ മദീന റൗളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 7 ആകാശങ്ങൾ കടന്നു
തന്ന ഹബീബിന്റെ അള്ളാഹുവിന്റെ അരികിലേക്ക് കടന്നുപോയ ഹബീബാ നബി തങ്ങൾ അള്ളാഹു സംരക്ഷിക്കേണ്ടേ? അള്ളാഹു സംരക്ഷിക്കാത്തതെന്തുകൊണ്ടാണെന്നറിയോ? ഈ സിഹ്ർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖളായിൽപ്പെട്ടതാണ്. ആ ഖളായ സിഹ്ർ ഉണ്ടല്ലോ, ആ സിഹ്ർ അപാരമായ ഒരു അസുഖമാണെന്നറിയിക്കാൻ വേണ്ടിയാ ഹബീബാ നബി തങ്ങൾ മാസങ്ങളോളം കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമല്ലയോ നബി തങ്ങളുടെ ചാരത്തോട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, നബിയേ വിഷമിക്കണ്ട, നബിയേ സങ്കടപ്പെടേണ്ടതില്ല റസൂലേ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതാ, ഇന്നാലിന്ന ഈത്തപ്പന മരത്തിന്റെ തോട്ടത്തിന്റെ നടുവിൽ ഒരു കിണറുണ്ടല്ലോ, ആ കിണറ്റിൽ നബിയേ നിങ്ങൾക്ക് വേണ്ടി സിഹ്ർ ചെയ്തു വെച്ചിട്ടുണ്ട് യാ റസൂലല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോ നബി തങ്ങളും സ്വഹാബത്തും അമ്പരന്ന് പോകുകയാ. പുന്നാര നബി തങ്ങളാ അടിയാർ തങ്ങളെയും ഒരു വിഭാഗം സ്വഹാബികളെയും ആ ഈത്തപ്പന മരത്തോട്ടത്തിന്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടപ്പോ അലി തങ്ങൾ പറയുകയാണ്, സ്വഹാബാ നബി തങ്ങൾക്കെതിരെ ചെയ്ത ആ സിഹ്റിന്റെ വസ്തു ഉണ്ടല്ലോ, അത് കൊണ്ടുപോയി ഉപേക്ഷിച്ച കിണറ്റിന്റെ അരികിലേക്ക് ഞങ്ങൾ അങ്ങ് ചെന്നപ്പോ ആ ഈത്തപ്പന മരത്തോട്ടങ്ങൾ ഉണ്ടല്ലോ, അത് മുഴുവനും കരിഞ്ഞു പോയിട്ടുണ്ട് സ്വഹാബാ. സിഹ്ർ അത്രയും അപാരമാ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. എന്നിട്ട് അലിയതങ്ങളും സ്വഹാബികളും ചേർന്നുകൊണ്ട് ആ കിണറ്റിലുള്ള വെള്ളം അങ്ങ് വറ്റിക്കുകയാ. സുബ്ഹാനല്ലാഹ്, നോക്കുന്ന സമയത്തില് ഹബീബാ നബി തങ്ങളുടെ കോലത്തിലതാ ഒരു മെഴുക് കൊണ്ട് ഹബീബാ നബി തങ്ങളുടെ കോലമുണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇതിൽപ്പെട്ടതാ, സിഹ്റിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. സിഹ്റിന്റെ ഇനത്തിൽപ്പെട്ട ഒന്നാണ്. കോലമുണ്ടാക്കി, നബി തങ്ങളുടെ കോലമുണ്ടാക്കി. എന്നിട്ട് ആ ശരീരത്തിലുണ്ടല്ലോ, ആ കോലത്തിലതാ സിഹ്ർ ചെയ്തുകൊണ്ട് ഒരു ആണും രണ്ട് പെണ്ണുങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്തതാ. സുബ്ഹാനല്ലാഹ്, ആണിയും മുടിയുമെല്ലാം എടുത്തുകൊണ്ട് പുന്നാര നബി തങ്ങളെ കൊല്ലാൻ, നബി തങ്ങളെ നേർക്ക് നേരെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. മുസ്തഫായ നബി തങ്ങളെ കൊല്ലാൻ ജൂതന്മാരവിടെയുള്ള മക്കയുടെ മുശ്രിക്കീകൾ ഹബീബാ നബി തങ്ങളെ നശിപ്പിക്കാൻ അവരതാ നബി തങ്ങളുടെ കോലമുണ്ടാക്കിയ ശരീരത്തിൽ ആണിയടിച്ചങ്ങ് കയറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കോലം കണ്ടപ്പോൾ അലി തങ്ങൾ പോലും അമ്പരന്ന് പോയി. അലി റളിയല്ലാഹു അൻഹു ആ കോലം എടുത്തിട്ട് നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോ മുസ്തഫ നബി തങ്ങളുടെ അരികിൽ വന്നൊരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ കോലം കിട്ടിയിട്ടുണ്ട് നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞെന്നാൽ ആ കോലം ഒന്ന് എനിക്ക് കാണിച്ചു തരാവോ? പാവം തളർന്നു കിടക്കുകയാ, ക്ഷീണിച്ചവശനായി സിഹ്ർ ബാധയേറ്റ് പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുകയാ. ഇത് വിശുദ്ധമായ ഹദീസിലുള്ളതാണല്ലോ. ഹബീബാ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, ആ വസ്തുവിൽ നിന്ന്, ആ മെഴുകിൽ നിന്ന് 11 ആണി ഉണ്ടല്ലോ, ആണിയിൽ നിന്നൊരു ആണി അങ്ങ് ഇളക്കാൻ ഒരുങ്ങുമ്പോ മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തിട്ടില്ലയോ, സിഹ്റിനെ നശിപ്പിക്കാൻ ഒരു ആയത്തും പറഞ്ഞു തന്നിട്ടുണ്ട്. 11 ആയത്തുകളാ നബിയെ അതിലുള്ളത്. നിങ്ങളെ കൊല്ലാൻ വേണ്ടി 11 ആണികളാ അടിച്ചിട്ടുള്ളത്. ആ 11 ആണികളെ നശിപ്പിക്കാൻ 11 ആയത്തുമായിട്ടാ റബ്ബന്നിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ആ 11 ആയത്തുകൾ ഉണ്ടല്ലോ, അതിൽ വിശുദ്ധമായ അവസാനം ഖുർആനിൽ ഏറ്റവും അവസാനത്തെ അധ്യായമായ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഉണ്ടല്ലോ. ആ വിശുദ്ധമായ അധ്യായത്തില്, വിശുദ്ധമായ സൂറത്തുൽ ഫലഖിലതാ 5 ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. വിശുദ്ധമായ സൂറത്തുൻ നാസില് 6 ആയത്തുകളും ഇറക്കിയിട്ടുണ്ട്. ഒപ്പമായിട്ട് 2 സൂറത്തുകൾ ആദ്യമായി ഇറക്കി. അതിന്റെ പേര് സൂറത്തുൽ മുഅവ്വിദത്തൈൻ എന്ന അധ്യായം. സൂറത്തുൽ മുഅവ്വിദത്തൈൻ 2 സൂറത്തുകൾക്ക് ഒരേ ഒരു പേര് കൊണ്ട് അറിയപ്പെടുന്ന ആകെ ഖുർആനിലുള്ള 2 സൂറത്ത് സൂറത്തുൽ മുഅവ്വിദത്തൈൻ, അതായത് ഫലഖും നാസും. അത് ഒപ്പം ഇറങ്ങിയതാണ്. ബാക്കിയുള്ള സൂറത്തുകളൊക്കെ ഒരു സൂറത്ത് മൊത്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തിന്റെ പകുതി ഇറക്കിയിട്ടുണ്ട്, ചില ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഈ 2 അധ്യായം ഒപ്പം ഇറക്കി നബി തങ്ങളുടെ സിഹ്ർ ബാത്തിലാക്കാൻ. ആലോചിച്ചു നോക്കുന്ന സിഹ്ർ. അതുപോലെ തന്നെ മൂസാ നബിക്ക് ചെയ്തില്ലേ, മൂസാ നബിക്കെതിരെ ചെയ്തില്ലേ? വിശുദ്ധമായ ത്വഹാ സൂറത്തിലൂടെ ഞാനൊന്ന് ഓതാം. അല്ലാഹുവേ, ചില ആളുകൾ പറയും അതൊന്നും നമ്മ കേൾക്കൂല, അള്ളാന്റെ കഥ
അള്ളാന്റെ ഖളാ ഉണ്ടെങ്കിൽ അതൊക്കെ ഏൽക്കുള്ളൂ. ഖളാ ഇല്ലെങ്കിൽ ഒന്നും ഏൽക്കൂല. എന്നാലും അത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഒരാൾ ആത്മഹത്യ ചെയ്താൽ മരിക്കൂലേ? അങ്ങനൊന്നുമില്ല. അള്ളാന്റെ ഖളാ ഉണ്ടെങ്കിലും, അള്ളാന്റെ ഖളാ ഉണ്ടെങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്താൽ മരിക്കുള്ളൂ. പക്ഷെ ആത്മഹത്യ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ആത്മഹത്യ ചെയ്യാനും പറ്റൂല. അതിന്റെ പരിഹാരമാണ് നാളെ നമ്മുടെ ഈ വിശുദ്ധമായ ചാനലിലൂടെ പറയാൻ പോകുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. കേട്ടോളണേ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായ, അള്ളാഹുവിനോട് സംസാരിക്കാൻ പോലും ഭാഗ്യം ലഭിച്ച മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സിഹ്ർ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. ആരേ? ഫിർഔൻ. ഫലനഅതിയന്നക ബിസിഹ്റിൻ മിസ്ലിഹി ഫജ്അൽ ബൈനനാ വബൈനക മൗഇദൻ ലാ നുഖ്ലിഫുഹു വനഹ്നു വലാ അൻത മകാനൻ സുവഹാ. എന്റെ പ്രിയപ്പെട്ടവരെ കേട്ടോളണേ, ഇതാർക്കാ ചെയ്യുന്നത്? ആർക്കെതിരാ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനെതിരല്ലയോ? ഫിർഔൻ പറയുകയാണ്, എടാ മൂസാ, നിന്റെ കയ്യിലുള്ള വടി ഉണ്ടല്ലോ, നീ തനിച്ച സാഹിറാണ്. നിന്റെ സിഹ്റിനെ ബാത്തിലാക്കാൻ ഞാൻ കുറച്ച് സാഹിര്യങ്ങൾ ഇറക്കുന്നുണ്ട്. ഫലനഅതിയന്നക ബിസിഹ്റിൻ മിസ്ലിഹി ഫജ്അൽ ബൈനനാ വബൈനക മൗഇദൻ ലാ നുഖ്ലിഫുഹു വനഹ്നു വലാ അൻത. നീയോ നിന്റെ അനുയായികളോ, നീയും നിന്റെ ആളുകളും ഞാനും എന്റെ ആളുകളും, നീയും എന്ത് ചെയ്യരുത്? ആ വാക്കിനെ തടസ്സം നിൽക്കരുത്, അതിനെ നീ ലംഘിക്കാൻ പാടില്ല. നമുക്കൊരു മൈതാനത്തേക്ക് കടന്നു വരികയല്ലയോ, എന്നിട്ട് നാം അവിടെ വെച്ചുകൊണ്ടൊന്ന് പരീക്ഷിക്കുകയല്ലയോ? മക്കാനൻ സുവഹാ, രണ്ടുപേർക്കും സൗകര്യമായ ഒരു മൈതാനിയിലേക്ക് നാം വരികയല്ലയോ? എന്നിട്ട് സിഹറിന്റെ ശക്തി നാം ഒന്ന് മത്സരിക്കുകയല്ലയോ? ുണ്ടോ? മത്സരത്തിനുണ്ടോ? മൂസ ഉണ്ടോ? മൂസാ നബി പറഞ്ഞു, അതെ ഞാൻ റെഡിയാണ്, എങ്ങോട്ടും ഞാൻ വരാം. ആ സമയത്തിൽ ഈ മനുഷ്യൻ ഈ ഫിർഔൻ ചോദിക്കുകയാണ്, മക്കാൻ സുവാ, രണ്ടുപേർക്കും സൗകര്യമായ സ്ഥലത്താ വേണ്ടത്. ആ സമയത്തിൽ സുബ്ഹാനല്ലാഹ് ഖാല, മൂസാ നബി പറയുകയാണ്, സിഹറിന്റെ ശക്തി തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങളുടേതാ സിഹർ, എന്റേതേ സിഹറല്ല, എന്റേത് റബ്ബിന്റെ ആയത്താണ്, ദൃഷ്ടാന്തം. അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ദിവസം വേണമെങ്കിൽ പിടിച്ചോ. ഖാല മൗഇദുക്കും യൗമുസ് സീനതി വയുഹ്ശറന്നാസു ളുഹാ. നിങ്ങളുടെ ഏറ്റവും വലിയ ഒഴിവ് ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവമുണ്ടല്ലോ, ആ ഉത്സവമാണല്ലോ ഏറ്റവും വലിയ നിങ്ങളുടെ ഒഴിവ് സമയമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, മഹാനാകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിക്കുകയാണ് ആ ഉത്സവ പറമ്പിലോട്ട്. സിഹറിനെ കാണിക്കാൻ കൊണ്ടുവാ, ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. ചെന്നു. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടിക്ക് വേണ്ട, ഈ പരിപാടിക്ക് നിൽക്കണ്ട, അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങളുടെ മേലിൽ ഉണ്ടാകും. അവരാരും അത് വില കൽപ്പിച്ചില്ല. അങ്ങനെ സാഹിര്യങ്ങളെല്ലാവരും കച്ചകട്ടി വരികയാണ്. അവരെങ്ങനെയാ വരുന്നതെന്നറിയോ? അവര് സിഹറിന്റെ വസ്തുക്കളുമായി ഏതൊക്കെയാണ്? ഒന്ന് കയറ്, രണ്ട് വടി, ഇവകളുമായിട്ടാ വരുന്നത്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് അവരങ്ങ് കടന്നു വന്നപ്പോ ഖാല ലഹും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടെയുള്ള സാഹിര്യങ്ങളായ ആളുകൾ ഉണ്ടല്ലോ, അവര് ചോദിക്കുകയാണ്, ഖാലു യാ മൂസാ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖാ. ആ സാഹിര്യങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കാനുണ്ടായ രണ്ട് കാരണത്തിൽ ഒരു കാരണമാണ് ഈ വാക്ക്. ആ സാഹിര്യങ്ങൾ പിന്നെ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, സിഹർ ചെയ്യുന്ന ആളുകൾ. അവര് വന്നത് എങ്ങനെയാണെന്നറിയോ? കുറച്ച് കയറും കുറച്ച് വടിയൊക്കെ ആയിട്ട് വന്നു സിഹർ ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് ഇതിലൊക്കെ സിഹർ വെച്ചിട്ട് സിഹറിന്റെ മന്ത്രങ്ങളൊക്കെ മന്ത്രിച്ച് അവരിങ്ങനെ വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമും
അതുപോലെ തന്നെ ഫിർഔനും അനുയായികളൊക്കെ സമ്മേളനിച്ച് നിൽക്കുന്ന ആ ഗാലറിയുടെ അരികിലേക്ക്, ആ ഉത്സവ പറമ്പിലേക്ക്, ആ മക്കാനൻ സുവാ, ഒരു പരന്ന പ്രദേശത്തിലേക്ക് ഇവരെല്ലാവരും സമ്മേളിച്ച് സിഹറിന്റെ ശക്തി കാണിക്കാൻ വേണ്ടി പോകാം. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വടി, നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി, ആ വടിയെ ഇല്ലായ്മ ചെയ്യാൻ ഇവര് സിഹർ ചെയ്തു സാഹിര്യങ്ങൾ. എന്നിട്ട് ഇടാൻ പോകല്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഇവര് ചോദിച്ചു, മൂസാ നിങ്ങളാണോ ആദ്യം ഇടുന്നത്, ഞങ്ങളാണോ ആദ്യം ഇടേണ്ടത്? മൂസാ നബി പറഞ്ഞു, നിങ്ങളിട്ടോ, എനിക്കൊരു പേടിയില്ല, നിങ്ങളിട്ടോളൂ. സുബ്ഹാനല്ലാഹ്, അവരങ്ങ് ഇടുകയാണ്. അൽഖൂ ഫൈദാ ഹിബാലുഹും വഅസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നാ തസ്ആ. സുബ്ഹാനല്ലാഹ്, ആ സാഹിര്യങ്ങളുടെ കയ്യിലുള്ള ആ കയറുണ്ടല്ലോ, ചില മന്ദിരിച്ചൂതിയ നൂല് നമ്മുടെ പറമ്പിൽ കണ്ടാ പേടിക്കണം കേട്ടോ. അതൊരു ചെറുതല്ല, അതൊരു നിസ്സാരമായി കാണേണ്ടതല്ല. ചമ്പിന്റെ തകിട് നമ്മുടെ പറമ്പിൽ കണ്ടാൽ പേടിക്കണം കേട്ടോ. ചില കാണേണ്ടതല്ലാത്ത ചില വടികൾ കണ്ടാൽ പേടിക്കണം കേട്ടോ. കാണേണ്ടതല്ലാത്ത, നമ്മൾ ഒരിക്കലും വെക്കാത്ത സ്ഥലത്തിൽ ചില കയറുകൾ കണ്ടാൽ പേടിക്കണം കേട്ടോ. ചില വസ്തുക്കൾ കണ്ടാൽ പേടിക്കണം കേട്ടോ. അൽഖൂ, അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള സിഹർ ചെയ്ത വസ്തുക്കളെല്ലാം അങ്ങ് ഇട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ആ വസ്തുക്കളെല്ലാം ഒരു പാമ്പിന്റെ കോലത്തിലായി മാറുകയാണ്. അന്നഹാ തസ്ആ, ആ സിഹർ ചെയ്ത വസ്തുക്കൾ ഇങ്ങനെ ഇടഞ്ഞു നടക്കുന്നതായിട്ട് കാണുകയാണ്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ സ്വപ്നത്തിലൂടെ പാമ്പിനെ കാണാറുണ്ടല്ലോ. പേടിക്കണേതാ, ഞാൻ നേരത്തെ പറഞ്ഞ അടയാളത്തിൽപ്പെട്ട ഒന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് അത് ഇഴയുന്നത് പോലെ തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസാ. മൂസാ നബി അലൈഹിസ്സലാം അതാ പാമ്പുകൾ ഇഴയുന്നത് കണ്ടപ്പോ പേടിച്ചു പോകുകയാ. മൂസാ നബി അലൈഹിസ്സലാം മന്ദം വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ സമയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി പോലും ഈ സിഹ്റന്മാരുടെ സിഹർ കണ്ട് പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? സഹോദരന്മാരെ, സഹോദരിമാരെ, പേടിക്കണ്ടയോ നാം? അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ. സുബ്ഹാനല്ലാഹ്, സാഹിരീങ്ങളതാ സിഹർ ചെയ്ത വസ്തുക്കൾ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം കിടുകിടാ വിറക്കുകയാണ്. ആ സമയത്തിൽ അല്ലാഹ് പറയാണ്, നബിയേ, ആ സമയത്ത് ഞങ്ങൾ മൂസാ നബിയോട് പറഞ്ഞുപോയി, ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. മൂസാ നബിയെ, നിങ്ങൾ പേടിക്കണ്ട, അത് ഇട്ടത് വെറും ഒരു സിഹറിന്റെ വസ്തുവാണ്. ആ സിഹർ ബാത്തിലാക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. വൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. കള്ളന്മാരായ സാഹിര്യങ്ങളുണ്ടല്ലോ, ഞാൻ അയാളെ കൊന്നു തരാം, ഞാൻ അവരുടെ ബിസിനസ് തകർത്തു തരാം, ഞാൻ അവരുടെ കുടുംബം ഒന്ന് കലക്കി തരാം എന്ന് പറയുന്ന കള്ള സാഹിര്യങ്ങളുണ്ടല്ലോ. ആ സാഹിര്യങ്ങളുടെ സിഹർ നബിയെ എപ്പോഴും അവരുടെ സിഹർ എപ്പോഴും ഫലിക്കുമെന്നവര് കരുതണ്ട. എപ്പോഴും അവരുടെ സിഹർ ഇങ്ങനെ ഫലിക്കുമെന്ന് കരുതണ്ട. അത് ബാത്തിലാക്കാനുള്ള മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അങ്ങോട്ട് ഇട്ടോളൂ നബിയേ. നിങ്ങളുടെ വലത്തെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ വിശുദ്ധമായ വടിയുണ്ടല്ലോ, ആ വടിയങ്ങ് നിലത്തേക്ക് ഇട്ടോളൂ മൂസാ നബിയേ. അവരുടെ സിഹറിനെ എല്ലാം അത് നശിപ്പിച്ചു കളയുന്നതാണ്. അതങ്ങ് ഇടേണ്ട താമസം വലിയ പാമ്പായി മാറുകയാണ്. എന്നിട്ടതാ സാഹിരീങ്ങളെല്ലാം സിഹർ ചെയ്ത മുഴുവൻ പാമ്പിനെയും ഈ പാമ്പങ്ങ് വിഴുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, വിഴുങ്ങിയിട്ട് അവസാനം ഈ മൂർഖൻ പാമ്പതാ ഫിർഔന്റെ നേരെ പത്തിമടർത്തിയിട്ടങ്ങ് നിൽക്കുമ്പോ ഫിർഔൻ പറഞ്ഞു, മൂസാ പിടിക്ക് മൂസാ, എനിക്ക് പേടിയാണ് മൂസാ, പിടിക്ക് മൂസാ, പിടിക്ക് മൂസാ. മൂസാ നബി അലൈഹിസ്സലാം പാമ്പിനെ അങ്ങ് പിടിച്ചപ്പോയാ രണ്ടാമത് വടിയായിട്ട് മാറി
മാറിയത്. ഇതങ്ങ് കേട്ടപ്പോ, ഇതങ്ങ് കണ്ടപ്പോ സാഹിര്യങ്ങളായ സിഹർ ചെയ്ത ആൾക്കാര് പറയുകയാണ്, ഇല്ല ഇല്ല, ഞങ്ങൾ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സിഹറാ ഞങ്ങൾ ഇവിടെ കാണിച്ചത്. ആ സിഹറിനെയാ മൂസാ നബിയുടെ കയ്യിലുള്ള ഈ വസ്തു കൊണ്ടിട്ട് എന്താക്കിയത്? അവര് ഈ വസ്തു കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസാ. സാഹിര്യങ്ങൾ വിളിച്ചു പറയുകയാണ്, ഇല്ല നബിയെ, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാനില്ല. ഇല്ല നബിയെ, ഞങ്ങൾ നിങ്ങളുമായി പടപൊരുതാനില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസാ റസൂലുള്ളാഹ്. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന്, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല എന്ന് ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. സിഹ്റങ്ങ് ബാത്തിലാക്കി മൂസാ നബി അലൈഹിസ്സലാം. അതുപോലെ നമുക്കേറ്റ സിഹറും നമുക്ക് തന്നെ ബാത്തിലാക്കാൻ കഴിയും. ഏട്ടും പോണ്ട, ഒരു മൂല്യരെടുത്ത് ഒരു തങ്ങളെടുത്തൊക്കെ പോണ്ടാന്ന് ഞാൻ പറയണത് അവരുടെ കഞ്ഞിൽ ഞാൻ പോയി വാരിടല്ല കേട്ടോ. പോയിക്കോളൂ, നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് പോയി, നിങ്ങൾക്ക് കഴിയാത്തതൊക്കെ പോയിക്കോളൂ. പക്ഷേ ഞാൻ കണ്ട ചില വഴികളുണ്ട് അത് ബാത്തിലാക്കാൻ. അതാണ് ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ബാത്തിലാക്കി, നമുക്കും ബാത്തിലാക്കാൻ ചില വഴികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴികൾ സ്വീകരിക്കാനും എല്ലാവരും ദ്വാരന്നിട്ടേ പിരിഞ്ഞു പോകാവേ. അതിന്റെ മുമ്പ് ആരും പിരിയല്ലേ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവരും ഈ വിശുദ്ധമായ ഈ ചാനൽ നിങ്ങളൊക്കെ കാണുന്നവർ ഒന്ന് ആ ചുവന്ന ബട്ടണൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് നാളെ നമുക്ക് വരാം ഈ വിശുദ്ധമായ മജ്ലിസിലേക്ക്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ഇന്നത്തെ വിഷയത്തിന്റെ ബാക്കിയും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന വിഷയവും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ബാക്കിയും. കാരണം ഇന്ന് നമ്മൾ പറയേണ്ട വിഷയം സിഹർ ചെയ്തവന്റെ അന്ത്യം എന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എത്ര എത്തിയിട്ടുള്ളൂ? സിഹർ ചെയ്താലുള്ള അടയാളം മാത്രമേ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തീർക്കണമെന്ന് കരുതിയത്, പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വിഷയം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത്. നാളെ ഇതിന്റെ ബാക്കിയാണ് സിഹർ ബാത്തിലാക്കാനുള്ള വഴികൾ. നാളെ തുടക്കം പറയുക, സിഹർ ചെയ്ത ആളുകൾ മരിക്കുമ്പോ എങ്ങനെ മരിക്കും, അവരുടെ മരണം എങ്ങനെയായിരിക്കും. ഒന്ന് ആദ്യം പറയുക എങ്ങനെയായിരിക്കും. രണ്ടാമത്തത്, ആരെങ്കിലും ഈ അടയാളങ്ങളൊക്കെ നമ്മൾ എണ്ണി പറഞ്ഞല്ലോ, ഈ അടയാളങ്ങളെല്ലാം, ഈ അടയാളങ്ങളിൽ നിന്ന് ഒന്നുണ്ടായാൽ സിഗരറ്റു എന്നല്ലോ. ഈ അടയാളങ്ങളിൽ നിന്ന് ഭൂരിഭാഗം ഉണ്ടായാൽ സിഗരറ്റു എന്നുള്ളതിന്റെ അടയാളമാണ്, തെളിവാണ്. അങ്ങനെ വന്നാൽ അതിനെ ബാത്തിലാക്കാൻ എന്താണ് വഴി? ചില ആളുകൾ, ഈ സിഹ്റുബാധയേറ്റ ആളുകൾ അധികവും അവസാനം അവർ മരിക്കലാണ് പതിവ്. അവസാനം അവരെങ്ങനെങ്കിലും റെയിൽ പാളത്തിൽ തലവെക്കുക, മണ്ണെണ്ണ കുടിച്ചിട്ട് മരിക്കുക, അതുപോലെ തന്നെ ശരീരം മുഴുവനും തീ കൊളുത്തിയിട്ട് ആത്മഹത്യ ചെയ്യാം, കയറ് കെട്ടി തൂങ്ങിയിട്ട് മരിക്കുക. ഇങ്ങനെയൊക്കെ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം ഇൻഷാ അല്ലാഹ്. ഈ വിശുദ്ധമായ മജ്ലിസ് അതിനു വേണ്ടിയാണ്. മഹാനായ ബാഖവി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ദാരിമി ഉസ്താദ് അവറുകൾ, ഇഖ്ബാൽ ബാലിലെ പോലെയുള്ള, അതുപോലെ തന്നെ കേരളക്കരയിലും കർണാടകയിലുമുള്ള മഹത്തുക്കളായ ആലിമീങ്ങളായ പണ്ഡിതന്മാർ ഈ വിശുദ്ധമായ മജ്ലിസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പ്രസംഗിക്കുന്ന പ്രഭാഷകൻ മാത്രമാണ്. ഈ വിശുദ്ധമായ മജ്ലിസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആലിമീങ്ങളും ഒരുപാട് മഹത്തുക്കളായ സംഘാടകരും കൂടിയാണ്. ഈ വിശുദ്ധമായ മജ്ലിസ് നാം ആരംഭിച്ചത് തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെയും മിത്തബൈൽ ഉസ്താദിന്റെയും ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ മജ്ലിസിന് ഒരു ഫളലുണ്ടാകും. അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മളാരും കരുതാത്ത രീതിയിൽ മഹാനായ ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്ന ഈ ഒരുമിച്ചുകൂടലിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ തീർക്കണേ അല്ലാഹുവേ. എല്ലാവരും ആമീൻ പറഞ്ഞേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 10:30 മണിയാകുമ്പോൾ നമ്മുടെ ദുആ എല്ലാം പിരിഞ്ഞിട്ട് നമുക്ക് പോകാം. അതാണ് ഇതിന്റെ ഷെഡ്യൂള്. ഒരിക്കലും 10:30യേക്കാൾ നീളരുത് എന്ന് പ്രത്യേകമായിട്ട് എല്ലാവരുടെയും ഒരു നിർദ്ദേശമാണ്. കാരണം അത് നീണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പ്രയാസമായിട്ട് മാറും. അല്ലാഹുവേ കാക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ സാധുക്കളായ പാപികളായ ഞങ്ങൾ ഈ വിശുദ്ധമായ മജ്ലിസിലേക്ക് കയറി വരുമ്പോ ഹബീബായ നബി തങ്ങളുടെ പേരിൽ സലാം പറഞ്ഞുകൊണ്ടാ പടച്ചവനെ ഞങ്ങൾ ഈ മജ്ലിസിലേക്ക് കയറി വന്നത് അല്ലാഹ് അതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പൊറുത്തു തരണേ തമ്പുരാനെ ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ഓതിയ ഫാത്തിഹ സൂറത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ റബ്ബേ ഞങ്ങൾ ഓതിയ വിശുദ്ധമായ സ്വലാത്തുകള് വിശുദ്ധമായ പ്രാർത്ഥനകള് വിശുദ്ധമായ ദിക്റുകള് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഇതിന്റെ സവാബെല്ലാം പടച്ചവനെ ഞങ്ങളെ പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ് പടച്ചവനെ എല്ലാ അമ്പിയാക്കന്മാർ എല്ലാ ഔലിയാക്കന്മാർ മശായിഖന്മാർ എല്ലാവരുടെ ഹദറത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ് പടച്ചവനെ റബ്ബേ പ്രത്യേക